ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഐവിക്ക് പോകുമ്പോൾ ഋതികന്റെ ഫോൺ നമ്മൾ ഒളിപ്പിച്ചു വെച്ച്. ഋതിക ആരാ? അതെ, നമ്മൾ ഫോൺ കാണിക്കണ്ട. ഇതാണ് ഫോൺ. നമ്മളിത് ഒളിപ്പിച്ച് വെക്കാൻ പോവാ. ഇവിടെ വെച്ചിട്ട് പോയി നമ്മളിത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒളിപ്പിച്ചു വെക്കും. എല്ലാരും ചാർജ് ഇവിടെ തന്നെ വെച്ചിട്ട് പോയതാ. നിങ്ങളുടെ നമ്മള് കുറച്ചു മുമ്പ് നമ്മള് കുറച്ചു മുമ്പ് എല്ലാരും പോയായിരുന്നു. എവിടെങ്ങാണ് കാണോ തപ്പി നോക്കി. എടാ ഇരിക്കുന്നതൊക്കെ ഒന്ന് തപ്പി നോക്കിയായിരുന്നു. ഇവിടുത്തെ സാധനം ഒതുക്കി. താഴെ അടിച്ച് ഫ്ലാഷ് താഴെ അടിച്ച് ഞാൻ ഫ്ലാഷ് എന്താ പറ്റിയ ശരിക്കും ശരിക്കും ഇല്ലെന്നുള്ളത് ഉറപ്പാണോ? എടി നീ നിഖിലിന്റെ കമ്പാർട്ട്മെന്റിൽ പോയായിരുന്നോ? എവിടെ വെച്ച് മയൂക അവിടെ നോക്കിയേ. വിളിച്ചു നോക്കിയോ? എന്താ സ്വിച്ച് ഓഫ്? നമുക്കൊരു കാര്യം ചെയ്യാം. തൃശ്ശൂർ RPF കംപ്ലൈന്റ് ചെയ്യാം. ഫോണിനകത്താ ഞാനിവിടെ പറഞ്ഞില്ല ഫോൺ കയ്യിൽ വെക്കണ എപ്പോഴൊന്ന്. അവിടെ സാര ഞാനൊന്ന് നോക്ക് ക്യാമറ ക്വാളിറ്റി. അപ്പഴാ നീ വന്നേ. അവിടെ ഇല്ല സ്വിച്ച് ഓഫ് എന്നുള്ള പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിലില്ലേ നിനക്ക് കിട്ടും. ഡൽഹി പോയാ ചോർമ സാറില് സൂക്ഷിക്കാല്ലേ. ഇവിടെ തന്നെയാണ് വെച്ചത് ഉറപ്പുണ്ടോ? ഇവിടെ വെച്ചിട്ട് പോയേ. എടി നീ സൂക്ഷിക്കണ്ടേ ഫോൺ? വിളിച്ചു നോക്കട്ടെ, ചെലപ്പോ നിനക്ക് ഇതുവഴി കിട്ടാലോ ഫോൺ. ഞാനിന്ന് കണ്ടിട്ട് വന്നാലോ ലൈവ് ഇടണോ? ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കുന്നവരാ. എന്റെ ഫോൺ അത് ചോർമ സാറിൽ ഏതെങ്കിലും ബായോട് കംപ്ലൈന്റ് ചെയ്തിടാം. അല്ല ഒരു ഇതെടുത്ത് എന്നെ പോയതാ ട്രെയിനിന് ഒന്നും ചെയ്യാനില്ല, കിട്ടൂല. എന്തായാലും നമ്മുടെ സമാധാനത്തിന് എന്റെ പോയത് ഒരു പ്രാവശ്യം പോപ്പാണ്. ഇവിടെ ഉണ്ടോ നോക്ക്. ഒന്നും മാറാൻ കൊടുക്കടാ. നീ എടുക്കണ്ട, ഞാൻ അയച്ചെന്ന് പോയി. കിട്ടാത്ത പോലെ ആദ്യമായിട്ട് എന്തോരം ആൾക്കാർ സർപ്രൈസ് കൊടുത്തോടെ. ഇതെന്താ അവിടെ വെച്ചിരിക്കുന്നത്?
ശരി നമുക്ക് അവിടെ ചെന്ന് കൊടുക്കാൻ. ഒന്നുകൂടെ എക്സൈറ്റ്മെന്റ് കാണിക്കണം. ഞാൻ കരഞ്ഞേനെ ശരിക്കും. പറഞ്ഞില്ലേ അപ്പൊ കൂടുതൽ സന്തോഷമല്ലേ ഒന്ന് ഡൗൺ ആയി പക്ഷെ അവന്റെ ചിരി കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആരുടെ? അവനല്ലേ ഒരു കാണണം. വിശ്വസിച്ചിട്ടൊരു അഭിനയിക്കാനുള്ള മൊത്തം ഡിലേറ്റ് ചെയ്തോ വിരലുകളല്ല അല്ല അവളത് വീഡിയോ വന്നേക്കും. അയ്യോ ഹൃതിക ആരാണ് പീക്കപ്പിനെ? ഞാനില്ലേ പീക്ക് അഭിനയ അക്ഷയ്. ഓ ശേഷം ലാസ്റ്റിൽ അറിഞ്ഞത് അവൻ ഓണസ്റ്റ് അഭിനയമായിരുന്നു. ആരെ പറഞ്ഞ ഹോണസ്റ്റാണ്? അവിടെന്ന് ഒരുത്തൻ കണ്ടും കൊണ്ട് കാണിച്ചോ? എന്തേ പോയാ? അല്ലല്ലോ, ആകാശ് ബീജു ആദ്യമേ തന്നെ കണ്ടും കൊണ്ട് കാണിച്ചില്ല കയ്യിലുണ്ടെന്ന്. ഒരു ട്രെയിൻ വേറെ അറിയില്ല.